ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. 1. ജൈനമതവുമായി ബന്ധമില്ലാത്തത് ഏത്? മഹായാനം, തീർത്ഥങ്കരന്മാർ, ദിഗംബരന്മാർ, ശ്വേതംബരന്മാർ. ഏതായിരുന്നു? ബന്ധമില്ലാത്തത് മഹായാനമാണ്. ഓക്കെ. 2. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. എം.എൻ. റോയി, സി. എം. വിശ്വേശ്വരയ്യ, ഡി. ദാദാഭായ് നവറോജി. ആരാണ്? എം. വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 3. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന മൗര്യ ഭരണകാലത്തെ ജലനികുതി ഏത്? ഭാഗ, ഉദഭാഗ, ബലി, ശൂൽക. ഏതാണ്? ഉദകഭാഗയാണ്. ഓക്കെ, ഉദകഭാഗ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 4. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാര്? പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇതാണ് 4 ചോദ്യവും അവയുടെ ഉത്തരം. 5 മുതൽ 7 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 5ാമത്തേത് മധ്യശിലായുഗത്തിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമാക്കുക. എന്തൊക്കെയായിരുന്നു? ഒന്ന്, അവർ സ്ഥിരമായിട്ട് ഒരു ഭാഗത്ത് താമസിക്കാൻ വേണ്ടി തുടങ്ങി. നായയെ ഇണക്കി വളർത്തി. ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ പരസ്പരം കൈമാറാൻ വേണ്ടി തുടങ്ങി. ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രക്ക് ഉപയോഗിച്ചു. നായയെ ഇണക്കി വളർത്താൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ചോദ്യം, ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂപടങ്ങളെ ചെറിയ തോത് ഭൂപടങ്ങൾ, പിന്നെന്താണുള്ളത്? വലിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ ഇവിടെ എ ആയിട്ട് വരേണ്ടത് ഏതാണ്? വലിയ തോത് ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങൾ. ഓക്കെ. ഇനി ചെറിയ തോത് ഭൂപടത്തിനൊരു ഉദാഹരണം ഏതെഴുതാം നമുക്ക്? അറ്റ്ലസ് അല്ലെങ്കിൽ ചുമർ ഭൂപടം എന്ന് എഴുതാം അല്ലേ? അറ്റ്ലസ് അല്ലെങ്കിൽ ചുമർ ഭൂപടം. ഓക്കെ. ഇനി വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കഡസ്ട്രൽ ഭൂപടം എന്ന് കൊടുത്തിട്ടുണ്ട്. 7. പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? 1. മഹാശിലാ സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ലിഖിതങ്ങൾ. ഒന്നുകൂടെ പറയാം. മഹാശിലാ സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ലിഖിതങ്ങൾ. ഇതൊക്കെയാണ് പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള സ്രോതസ്സുകൾ. ഇനി അടുത്തത് 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 8ാമത്തേത് പ്രാഥമിക സാമൂഹ്യ സംഘങ്ങളുടെ സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ്? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അംഗങ്ങൾ പരസ്പരം അറിയുന്നവരായിരിക്കും. അംഗങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും. അംഗങ്ങൾക്കിടയിൽ നിരന്തരമായ ആശയവിനിമയം ഉണ്ടായിരിക്കും. അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. 9. ചുവടെ നൽകിയിട്ടുള്ള സവിശേഷതകൾ ഓരോന്ന് ഏതേത് അന്തരീക്ഷ മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞെഴുതുക. 1. അയോണീകരണം. അയോണീകരണം എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. ഇനി ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് കൂട്ടുകാരെ? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ട്രോപ്പോസ്ഫിയർ. ഇനി അടുത്തത് ഏറ്റവും കുറഞ്ഞ താപനിലയുള്ളത് എവിടെയാണ്? മിസോസ്ഫിയറിലാണ്. മിസോസ്ഫിയർ. ഏറ്റവും കുറവ് താപനില. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം നടത്തുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഇതാണ് 3 എണ്ണത്തിൻ്റെ ഉത്തരം. 10. മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? വനനശീകരണം തടയാം, വിള പരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, തടയണ നിർമ്മാണം. ഇതൊക്കെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി 2018 പ്രളയത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് കേരള സമൂഹം നടത്തിയ ഇടപെടലുകൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കതിൽ ദുരിതാശ്വാസ ക്യാമ്പുകളെ കുറിച്ച് പറയാം, രക്ഷാപ്രവർത്തകരെ കുറിച്ച് പറയാം, കരസേന, നാവികസേന, വ്യോമസേന അവരെ കുറിച്ചിട്ട് പറയാം. അതുപോലെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോജിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം, മുക്കുവന്മാരെ കുറിച്ച് പറയാം, കേരളത്തിലെ യുവാക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും പറയാം.
12 ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജലമലിനീകരണം എന്ന് പറയുന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ജലമലിനീകരണം ശുദ്ധജല ലഭ്യതയെ മാത്രമല്ല പ്രതികൂലമായി ബാധിക്കുന്നത്, മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തെയും ബാധിക്കും. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ഇന്നാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 13ാമത്തേത് വെള്ളപ്പൊക്കം ഒരു ദുരന്തമായി മാറാതിരിക്കാൻ കൈക്കൊള്ളാവുന്ന മുൻകരുതലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. പാടങ്ങൾ, കുളങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്തുന്ന പ്രവണത ഒഴിവാക്കുക, വ്യാപകമായ കുന്നിടിക്കൽ ഒഴിവാക്കുക, പാറ പൊട്ടിക്കൽ ഒഴിവാക്കുക, അശാസ്ത്രീയമായ ഭൂവിനിയോഗം ഒഴിവാക്കുക, ജൈവവേലികൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ വെള്ളപ്പൊക്കം ഒരു ദുരന്തമാവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതുക. എ ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ലേണർ റോബിൻസ്, ദാദാഭായ് നവറോജി. ബിയിലുള്ളത് ഏതൊക്കെയാണ്? ചർച്ചാ സിദ്ധാന്തം, അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും, മിച്ചമൂല്യം, ലെസേഫെയർ തിയറി. ഇനി ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ടത് ഏതാണ് കൂട്ടുകാരെ? ലെസേഫിയർ തിയറിയാണ്. കാൾ മാർക്സുമായി ബന്ധപ്പെട്ടത് മിച്ചമൂല്യം എന്നുള്ളതാണ്, മിച്ചമൂല്യം. ഇനി ലേണർ റോബിൻസുമായി ബന്ധപ്പെട്ടത് അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും, ദാദാഭായ് നവറോജിയുടെയാണ് ചർച്ചാ സിദ്ധാന്തം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്തിട്ട് ക്രമപ്പെടുത്തേണ്ടത്. ഇനി അടുത്തത് 15 തണ്ണീർത്തടങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത് ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ. ഇനി ഇത് എന്തൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു, ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇനി 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതമാണ്. 16 സാമൂഹ്യ നിയന്ത്രണവും അതിൻ്റെ സവിശേഷതകളും വിശദമാക്കുക. പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾ സമൂഹം രൂപം കൊടുക്കുന്നു. കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളാണ്. പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായിട്ട് നിർവഹിക്കുന്നു. അതുപോലെ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമാക്കാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയോ അത്തരം പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ഇനി 17 ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ വ്യക്തമാക്കുക. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലെ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. 18 അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ, കാലാവസ്ഥാ മാറ്റം, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത അല്ലെങ്കിൽ നിശാതിമിരം, ആഹാര ശൃംഖലകളുടെ തകർച്ച. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കൂട്ടുകാരെ ആൻസർ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത എക്സാമിനൊക്കെ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. എല്ലാ വീഡിയോസും കാണുക. മോഡൽ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും അടുത്ത എക്സാമിനുള്ള ഓൾ ദ ബെസ്റ്റും ഇതിന് നല്ല മാർക്കും തന്നെ നേടിയിട്ടുണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.